ഇന്ന് നമുക്ക് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പ്ലാച്ചിക്കാവ് എന്നൊരു ഗ്രാമം. ആ ഗ്രാമത്തില് മുഖംമൂടിയിട്ടൊരു സൈക്കോ കില്ലർ ആണെങ്കിൽ ഗ്രാമത്തിലുള്ള പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കുന്നു. അതും വളരെ ക്രൂരമായിട്ടാണ് കൊല്ലുന്നതും. എന്നാൽ അതേ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ഉജ്ജ്വലൻ എന്ന നമ്മുടെ കഥാനായകനും താമസിക്കുന്നത്. ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ച ഉജ്ജ്വലനാണെങ്കിൽ ആ ഗ്രാമത്തിൽ ഒരു ഡിറ്റക്റ്റീവായി തന്നെ തുടർന്നു പോവുകയാണ്. ഈ ഉജ്ജ്വലന് ആ ഗ്രാമത്തിൽ നടക്കുന്ന സൈക്കോ കൊലപാതകങ്ങളെല്ലാം തെളിയിക്കാനും ആ ഒരു കില്ലറിനെ പിടികൂടുവാനായും പറ്റിയോ എന്നതാണ് സിനിമയുടെ മുഴുവൻ കഥയും. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ പ്ലാച്ചിക്കാവ് എന്നൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഏകദേശം ഒരു 50-60 വീടുകൾ മാത്രമേ ഉള്ളൂ. ഒരു 100-300 പേര് മാത്രം താമസമുള്ള ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായകനായ ഉജ്ജ്വലനും താമസിക്കുന്നത്. ഈ ഉജ്ജ്വലന്റെ അച്ഛനാണ് നാരായണൻ, അമ്മയാണ് ലീല. ഈ നാരായണനും ലീലയും ചേർന്ന് ഒരു ദിവസം ആ നാട്ടിലെ തന്നെ അശോകൻ എന്നൊരാളുടെ വീട്ടില് അയാളുടെ മകളെ പെണ്ണ് ചോദിക്കുവാനായും പോകും. എന്നാൽ ഈ അശോകനാണെങ്കിൽ നാരായണനെയും ലീലയും ഒക്കെ അപമാനിക്കുന്നു. മാത്രമല്ല ഉജ്ജ്വലനെയും അപമാനിച്ചാണ് സംസാരിക്കുന്നത്. ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന നിന്റെ മകനെ ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തരണോ എന്ന് ചോദിക്കുമ്പോൾ നാരായണനാണെങ്കിൽ തന്റെ മകനെ വിട്ടുകൊടുക്കില്ല. അവൻ എന്താ ഒരു കുഴപ്പം? നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ കേസുകളും തെളിയിക്കാനായിട്ട് പോലീസുകാരെ സഹായിക്കുന്നത് അവനല്ലേ. അവന് പോലീസ് ബുദ്ധിയാ. ഉടനെ തന്നെ അവൻ നല്ലൊരു പൊസിഷനിൽ എത്തുമെന്നും നാരായണൻ പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് അശോകൻ പറയുന്നത്, ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ തന്നെ വേസ്റ്റാ, പിന്നെ ഇവിടെ അതിനുവേണ്ടി എന്ത് പ്രശ്നം ഉണ്ടാകാനാ? പിന്നെ ആകെയുള്ള ആ SI സച്ചിനുണ്ടല്ലോ, അവനാണെങ്കിൽ നിന്റെ മകനെ വെച്ചാ കേസ് തെളിയിക്കുന്നതും. ആ നോക്കട്ടെ, വേണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കാമെന്നും അശോകൻ പറയുന്നു. അച്ഛനെയും അമ്മയെയും അപമാനിച്ചാണ് അവിടെ നിന്ന് ഇറക്കി വിടുന്നത് പോലും. അതിനുശേഷം കാണിക്കുന്നത് ഒരു ചെറിയ പയ്യനാണെങ്കിൽ ലൈബ്രറിയിലേക്ക് ഓടിപ്പോവുകയാണ്. ആ ലൈബ്രറിയിൽ ഇരിക്കുകയാണ് ഉജ്ജ്വലനും. ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഉജ്ജ്വലനടുത്തെത്തിയ ആ ഒരു പയ്യനാണെങ്കിൽ, ചേട്ടാ നിങ്ങളുടെ ഒരു സഹായം വേണം, എത്രയും വേഗം വരണമെന്ന് പറഞ്ഞ് ഉജ്ജ്വലനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയുള്ള ഒരു വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ വീട്ടിലെ സ്ത്രീയുടെ ചെയിൻ മോഷണം പോയിരിക്കുകയാണ്. ആ ഒരു ചെയിൻ എവിടെ പോയി എന്ന് കണ്ടെത്തി തരുവാനായിട്ടാണ് ഉജ്ജ്വലനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ചു നടക്കുന്നത് കൊണ്ട് ഉജ്ജ്വലനാണെങ്കിൽ ഒരു കേസ് തെളിയിക്കുന്നത് നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ ഉജ്ജ്വലനാണെങ്കിൽ ആ വീട്ടിലെത്തിയിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അതിനെ നോക്കിയിട്ട് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ ചെയിൻ വേറങ്ങും പോയിട്ടില്ല, ഈ പൂച്ച എടുത്ത് എവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാ, ദേ ആ തേങ്ങയൊക്കെ വെച്ചിരിക്കുന്നില്ലേ, ആ സൈഡിൽ പോയി നോക്കുവാനായിട്ടും ഉജ്ജ്വലൻ പറയുന്നു. ഉജ്ജ്വലൻ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചെന്നാൽ, ഉജ്ജ്വലൻ വന്ന സമയം തന്നെ പൂച്ചയുടെ കാൽപാദമെല്ലാം ആ റൂമിലുണ്ടായിരുന്നു. മാത്രമല്ല എവിടെ നിന്നാണ് ചെയിൻ മോഷണം പോയെന്ന് പറയുന്നത് അതേ സ്ഥലത്ത് തന്നെ പൂച്ചപ്പുടയും കിടക്കുന്നുണ്ട്. ആ വീട് മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് പൂച്ചയുടെ കാൽപാദവും പൂച്ചയുടെ രോമമൊക്കെ വെച്ചാണ് എവിടെയായിരിക്കാം ആ ഒരു ചെയിൻ കിടക്കുന്നതെന്ന് ഉജ്ജ്വലൻ കണ്ടെത്തിയത്. അങ്ങനെ ആ ഒരു കേസും ഉജ്ജ്വലൻ തെളിയിച്ചു. ഉജ്ജ്വലനാണെങ്കിൽ ആ നാട്ടിലുള്ള ചെറിയ ചെറിയ മോഷണ കേസുകളൊക്കെ നിഷ്പ്രയാസം തെളിയിക്കും. അടുത്ത ദിവസം തന്നെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള സച്ചിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആ നാട്ടിലെ തന്നെ ലോക്കൽ ചാനലിൽ നിന്നും ഒരു ജേർണലിസ്റ്റ് വരികയാണ്. ആ ഗ്രാമത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, ഇത് വളരെ നല്ല ഗ്രാമമാണ്, ഇവിടെയാണെങ്കിൽ അങ്ങനെ ക്രൈമോ അങ്ങനെ ഒന്നുമില്ല, ഇവിടുത്തെ നാട്ടുകാരും വളരെ നല്ല നാട്ടുകാരാണ്, ചെറിയ ചെറിയ മോഷണ കേസുകൾ അത് ഞങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാറുണ്ട് എന്നുള്ള കാര്യവും സച്ചിൻ പറയുന്നു. അത്രയ്ക്ക് നാടിനെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നതും. എന്നാൽ അന്നേ ദിവസം രാത്രി തന്നെ നമ്മുടെ ഉജ്ജ്വലന് വേണ്ടിയിട്ട് പെണ്ണാലോചിക്കാനായിട്ടൊരു വീട്ടിൽ ചെന്നല്ലോ, അശോകന്റെ വീട്ടില്. അതേ അശോകനാണെങ്കിൽ പാടത്ത് കൂടി നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അശോകൻ അടുത്തായിട്ട് ഒരു മുഖം മൂടിയിട്ട ആൾ വന്നിട്ട് അശോകനെ പിടികൂടുകയും ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ ആ ഗ്രാമത്തിലുള്ളവർ ഉണർന്നത് അശോകന്റെ ക്രൂരമായ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ്. എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. കാരണം ആ ഗ്രാമത്തില് ഇങ്ങനെയൊന്നും മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ. പെട്ടെന്നാണല്ലോ ഇങ്ങനെ സംഭവിച്ചതും. സംഭവ സ്ഥലത്തേക്ക് SI ആയിട്ടുള്ള സച്ചിനും കൂട്ടരും എത്തും. മാത്രമല്ല ഉജ്ജ്വലനും അവിടേക്ക് എത്തുകയാണ്. എന്നാൽ ഈ ഉജ്ജ്വലനാണെങ്കിൽ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് വല്ലാതെ ടെൻഷനാകും. ഉജ്ജ്വലൻ അങ്ങനെ ടെൻഷനാകുന്നതിന് പിന്നില് മറ്റൊരു കാരണമുണ്ട്, അത് വഴിയേ പറയാം. അമിതമായി ടെൻഷൻ വരുന്ന സമയത്തെല്ലാം ഉജ്ജ്വലനാണെങ്കിൽ ഒരു ഹെഡ്സെറ്റും വെച്ച് തനിക്ക് ഇഷ്ടമുള്ളൊരു ഇംഗ്ലീഷ് പാട്ട് ഓളിയം കൂട്ടി വെക്കുന്നു. അപ്പോഴാണ് ടെൻഷൻ മാറുന്നതും. അതുപോലെ ചെയ്ത ഉജ്ജ്വലൻ ടെൻഷൻ മാറിയതും അവിടെ ആകെ അന്വേഷിക്കുവാനായി ആരംഭിക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ ഒരു പൊട്ടിപ്പോയ ചെരുപ്പും ബീഡിക്കുറ്റിയും കിട്ടുകയാണ്. ആ ചെരുപ്പ് എടുത്തു നോക്കിയ ഉജ്ജ്വലനാണെങ്കിൽ ചെരുപ്പിന്റെ സൈസ് 9, പിന്നെ ബീഡിക്കുറ്റിയും. ബീഡി റെഗുലർ ആയിട്ട് വലിക്കുന്ന ആളാണ് ഇതിന് പിന്നിൽ. നമ്മുടെ നാട്ടിൽ റെഗുലർ ആയിട്ട് ബീഡി ഉപയോഗിക്കുന്ന ആള് മറ്റാരുമല്ല, അരവിന്ദാണ്.
ഈ കൊലപാതകത്തിന് പിന്നിലും അരവിന്ദാണെന്ന് ഉജ്ജ്വലൻ പറയുന്നു. അങ്ങനെ നിഷ്പ്രയാസം തന്നെ കൊലയാളിയെ കണ്ടെത്തി. അരവിന്ദിനെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. അരവിന്ദാണെങ്കിൽ ആ നാട്ടിലെ തന്നെ പാവപ്പെട്ട വളരെ നിഷ്കളങ്കനായ പയ്യനായിരുന്നു. ഉജ്ജ്വലന്റെ സംശയത്തിന് പുറത്താണ് അരവിന്ദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും. കേസ് തെളിയിച്ചതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലും നടക്കുകയായിരുന്നു ഉജ്ജ്വലൻ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും ഒരു കൊലപാതകം ആ നാട്ടിൽ നടന്നു. അതും ഇതേ പാറ്റേണിൽ തന്നെയാണ്. ഉജ്ജ്വലനാണെങ്കിൽ ഞെട്ടിപ്പോകും. സംഭവ സ്ഥലത്തെത്തി ഉജ്ജ്വലനാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളിന്റെ തലയിലേക്ക് നോക്കിയപ്പോൾ വളരെ ആഴത്തിലുള്ള മുറിവുകളാണ്. ഡെഡ് ബോഡി പരിശോധിച്ച ഉജ്ജ്വലൻ പറയുന്നത് കില്ലറിന് വിക്ടിമിനോട് തീർത്താ തീരാത്ത പകയുണ്ടെന്നാണ് തോന്നുന്നത്. അതിന്റെ ലക്ഷണം ഈ ഡെഡ് ബോഡിയിൽ കാണാനുമുണ്ട്. കാരണം അത്രയ്ക്കും ആഴത്തിനുള്ള മുറിവുകളായിരുന്നു. ഏതോ മാരകമായിട്ടുള്ള ആയുധം ഉപയോഗിച്ച് തല അടിച്ച് പൊളിച്ചിരിക്കുന്നു. മൃഗങ്ങളോട് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ക്രൂരതയാണ് ഈ വിക്ടിമിനോട് കില്ലർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ അരവിന്ദല്ല, ഒരു സീരിയൽ കില്ലർ തന്നെയാണ്. എല്ലാവരും ഇനി സൂക്ഷിച്ചു കൊള്ളാനായിട്ടും ഉജ്ജ്വലനാണെങ്കിൽ നാട്ടിലുള്ളവരോട് പറയുന്നു. ഇപ്പോൾ 2 കൊലപാതകങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടന്നതോടുകൂടി ആ ഗ്രാമത്തിലെ തന്നെ ലോക്കൽ TV ചാനലിലാണെങ്കിൽ പോലീസ് എന്താ ഉറങ്ങുകയാണോ? ഇത്രയും നാളായിട്ടും കൊലപാതകിയെ കണ്ടുപിടിച്ചില്ല, ഇനിയും അടുത്തൊരു കൊലപാതകം വരുന്നതുവരെ ഇങ്ങനെ പോലീസുകാർ വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ആ നാട്ടിലെ തന്നെ പോലീസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് പുറത്തുവിടുന്നതും. അതെല്ലാം പോലീസുകാരും ഉജ്ജ്വലനും കാണുന്നുണ്ട്. ആ നാട്ടിലെ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SI ആയ സച്ചിന് ആ ഒരു കേസ് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വീണ്ടും ചാർജ് എടുക്കുകയാണ്. ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് ശംഭു. ശംഭു ആണെങ്കിൽ വന്ന ഉടനെ തന്നെ നാട്ടുകാരെ എല്ലാവരെയും ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പീച്ച് നടത്തും. ഞാനിവിടെ വന്നത് കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ. ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ ആരാണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എനിക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാളാണ് കില്ലറെന്ന്. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും ശംഭു പറയുന്നു. ഈ ശംഭു ആണെങ്കിൽ നല്ല ആക്റ്റീവാണ്, ബ്രില്യന്റ് ആണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ കേസുകളും മിടുക്കനായിട്ടുള്ള ശംഭു തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് തെളിയിക്കാനായിട്ടും ഈ ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാൽ ഉജ്ജ്വലനാണെങ്കിൽ ശംഭു വന്നത് അത്ര ഇഷ്ടമായില്ല. ഇത്രയും നാള് കേസെല്ലാം തെളിയിച്ചു കൊണ്ടിരുന്നത് ഉജ്ജ്വലനായിരുന്നല്ലോ. ഇപ്പോൾ ശംഭു വന്നത് ഉജ്ജ്വലൻ അത്ര പിടിച്ചിട്ടില്ല. മാത്രമല്ല ആ ഗ്രാമത്തിലേക്ക് വന്ന ശംഭുവിന് താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കി കൊടുത്തത് ഉജ്ജ്വലന്റെ അച്ഛനായ നാരായണനായിരുന്നു. അതും അവരുടെ വീടിനടുത്തായിട്ട്. നാരായണനാണെങ്കിൽ ഉജ്ജ്വലനോട് പറയുന്നുണ്ട് ശംഭുവിന്റെ വീടിന്റെ ചാവി കൊണ്ടുവന്ന് കൊടുക്കാൻ. എന്നാൽ ഉജ്ജ്വലനെ അതത്ര ഇഷ്ടമാകുന്നതേയില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് ശംഭു താമസിക്കുവാനായി തീരുമാനിച്ച വീടിനടുത്തേക്ക് എത്തുന്നതും. എന്നാൽ അവിടെ എത്തുന്ന സമയത്ത് ശംഭുവിന്റെ കാറ് കിടക്കുന്നത് കാണുന്നു. അതും ഒരു മഞ്ഞ പെയിന്റ് അടിച്ച കാറ്. ഇവനൊരു പോലീസുകാരൻ തന്നെയാണോ? മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച കാറ് കൊള്ളാം, ഇവനെ കണ്ടിട്ട് പോലീസുകാരനായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഉജ്ജ്വലനടുത്തേക്ക് ശംഭു വരുന്നു. ശംഭു ആണെങ്കിൽ വീടൊക്കെ തുറന്ന് കാണിച്ചു തരുവാനായിട്ടും ഉജ്ജ്വലനോട് പറയും. അങ്ങനെ വീടൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ശംഭുവിന് വീടൊക്കെ ഇഷ്ടമായി. ഉജ്ജ്വലൻ ചാവിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം ഗ്രാമവാസികൾ എല്ലാവരും കേൾക്കുന്നത് ഒരു മരണവാർത്തയായിരുന്നു. അടുത്തൊരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇതും കൂടി ചേർത്ത് 3ാമത്തെ പുരുഷൻ. ഇതുവരെയും എങ്ങനെയാണോ ആളുകൾ മരണപ്പെട്ടത് അതേ പാറ്റേണിൽ തന്നെയാണ് ഈ 3ാമത്തെ ആളും മരണപ്പെട്ടിരിക്കുന്നത്. ആളിനെ കൊന്നതിന് ശേഷം ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഗ്രാമത്തിന് മധ്യത്തായിട്ടുള്ള ഒരു വലിയ മരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ് ചെയ്തത്. സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥനായ ശംഭുവും ഫോറൻസിക് ടീമും ഒക്കെ എത്തുകയാണ്. ഫോറൻസിക് ടീം അവിടെ മാകെ പരിശോധിക്കും. അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് ഫോറൻസിക് ടീമിന് ഒരു ഫുട് പ്രിന്റ് കിട്ടുന്നു. അത് വെച്ച് അവരവരുടെ കണ്ടെത്തലുകളെല്ലാം ശംഭുവിനോട് പറയും. കൊലയാളി സ്പോർട്സ് ഷൂ ആണ് ധരിച്ചിരുന്നത്. അത് ആ പ്രിന്റിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല കൊലയാളി അത്യാവശ്യം നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കൊന്നതിന് ശേഷം ഡെഡ് ബോഡി മരത്തിൽ കെട്ടിത്തൂക്കിയതും. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശംഭുവിനോട് സംസാരിക്കുന്നതെല്ലാം ഉജ്ജ്വലൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർ പറയുന്നത് ബൂഗിമാൻ സ്റ്റൈലിലാണ് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. പുരുഷന്മാരെയാണ് കില്ലർ ഫോക്കസ് ചെയ്യുന്നതും. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഉജ്ജ്വലനാണെങ്കിൽ നേരെ അവർക്കടുത്തേക്ക് എത്തിയിട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തുറന്നു പറയുന്നു. കൊലയാളിയെ ഞാൻ കണ്ടുപിടിച്ചു. കൊലയാളി മറ്റാരുമല്ല, ദേ എന്റെ മുന്നിൽ നിൽക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള ശംഭു ആണെന്ന് പറയും. അത് കേട്ട് ഗ്രാമവാസികളൊക്കെ ഞെട്ടിപ്പോകുന്നു. കാര്യം 2-3 ദിവസമായതല്ലേ ഉള്ളൂ ശംഭു അവിടെ വന്നിട്ട്. എന്നിട്ട് ശംഭു ആണ് കൊലപാതകിയെന്ന് എങ്ങനെയാ പറയുന്നത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഉജ്ജ്വലനാണെങ്കിൽ തന്റെ കണ്ടെത്തലുകളെല്ലാം തെളിവ് സഹിതം എല്ലാവർക്കും മുന്നിൽ നിരത്തും. ഉജ്ജ്വലൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് കൊലയാളി സ്പോർട്സ് ഷൂ ആണ് ധരിച്ചിരുന്നല്ലേ? ഈ ഗ്രാമത്തിലുള്ള ആര് തന്നെ സ്പോർട്സ് ഷൂ ധരിക്കാറില്ല. ആകെ ധരിക്കുന്നത് ഈ ഗ്രാമത്തിലേക്ക് വന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ശംഭുവാണ്.
ശംഭു ജോഗിങ്ങിന് പോകുന്ന സമയത്തെല്ലാം സ്പോർട്സ് ഷൂ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല കൊലയാളി അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ആളാണെന്നല്ലേ പറഞ്ഞത്. ഈ ശംഭു എക്സസൈസ് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ആളിനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് ഒരു ബെഡ്ഷീറ്റിലാണ്. ഇതേ ബെഡ്ഷീറ്റ് ശംഭുവിന്റെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ശംഭു പറയുന്നത്, അല്ല നീ പറയുന്നത് കൊലയാളി ഞാനാണെന്നാണോ? അല്ല, കൊലയാളി നിന്റെ അച്ഛനും ആയിക്കൂടെ? ഇപ്പോൾ സ്പോർട്സ് ഷൂ വാങ്ങുന്നതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും സ്പോർട്സ് ഷൂ വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ട് ഉപയോഗം കഴിഞ്ഞാൽ കളയാം. നിന്റെ അച്ഛനും സ്പോർട്സ് ഷൂ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതും ധരിച്ചുകൊണ്ട് ആളിനെ കൊന്നതിന് ശേഷം അത് ഉപേക്ഷിച്ചു കാണുമെങ്കിലോ? നിന്റെ അച്ഛനും അത്യാവശ്യം നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളല്ലേ? പിന്നെ ഞാൻ താമസിക്കുന്ന വീട് നിന്റെ അച്ഛൻ്റെതല്ലേ? അവിടെയല്ലായിരുന്നോ ആ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നതും? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് നിന്റെ അച്ഛൻ ആ ബെഡ്ഷീറ്റ് എടുത്തോണ്ട് പോയി ആളിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെങ്കിലോ എന്ന് ശംഭു ചോദിക്കും. ശംഭു ഈ കേസ് കറങ്ങി തിരിഞ്ഞ് ഉജ്ജ്വലന്റെ അച്ഛന്റെ മേൽ കൊണ്ടിടുകയാണ്. ശംഭുവും ഉജ്ജ്വലനും സംസാരിക്കുന്നത് കേട്ട് വളരെ ദയനീയമായിട്ട് നാരായണൻ ചോദിക്കും, എന്തിനാടാ ആവശ്യമില്ലാതെ എന്നെ ഈ കേസിൽ വലിച്ചിഴക്കുന്നത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് ശംഭു പറയുന്നത്, ഹേയ് ഷെർലക് ഹോംസ്, ഞങ്ങളെ കേസ് അന്വേഷിക്കാനായിട്ട് അനുവദിക്കേ, ഞങ്ങൾ ഈ കേസ് തെളിയിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ട് ഉജ്ജ്വലൻ പറയുന്നത്, നീ ഈ കേസ് തെളിയിക്കുന്നതിന് മുൻപായിട്ട് ഞാനിത് തെളിയിച്ചിരിക്കും എന്ന് ബെറ്റ് വെച്ചിട്ടാണ് ഉജ്ജ്വലൻ അവിടെ നിന്ന് പോകുന്നതും. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ നല്ല രീതിക്ക് ഈഗോ ക്ലാഷ് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് കേസ് അന്വേഷിക്കാത്തതിനാൽ മരണങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ആ നാട്ടിലെ ഒരുപാട് ആണുങ്ങൾ മരണപ്പെടുവാനായും തുടങ്ങി. എന്നാൽ ഉജ്ജ്വലന്റെ സംശയമാണെങ്കിൽ ശംഭുവിന് മേലായിരുന്നല്ലോ. ഉജ്ജ്വലനാണെങ്കിൽ ശംഭുവിനെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ കുറച്ച് കൂട്ടുകാരെയും അച്ഛനെയും എല്ലാം ഏകദേശം റെഡിയാക്കി നിർത്തി. രാത്രി സമയങ്ങളിലെല്ലാം ശംഭുവിന്റെ വീട്ടിൽ നിങ്ങളുടെ കണ്ണ് വേണമെന്ന് തന്റെ കൂട്ടുകാരോടും അച്ഛനോടും പറഞ്ഞു. അങ്ങനെ എല്ലാവരും ശംഭുവിന്റെ വീടിന് കാവൽ നിൽക്കുന്ന സമയം ഉജ്ജ്വലനാണെങ്കിൽ രാത്രി പുറത്തുകൂടി നടന്നു പോകുന്ന സമയത്ത് ഉജ്ജ്വലന് പിന്നിലായിട്ട് മാസ്ക് ഇട്ടൊരാൾ വന്ന് നിൽക്കുന്നു. എടാ ശംഭു, നീയാണിതിന് പിന്നിലെന്ന് എനിക്ക് അറിയാടാ എന്ന് പറഞ്ഞ് ഉജ്ജ്വലനാണെങ്കിൽ മാസ്ക് ഇട്ട ആളിനെ പിടികൂടുവാനായി നോക്കും. എന്നാൽ ആ മാസ്ക് ഇട്ട കൊലയാളിയാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന് ചുറ്റുകയെടുത്ത് ഉജ്ജ്വലന്റെ തലയിൽ അടിക്കുവാനായിട്ട് വരും. ഉജ്ജ്വലനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അതേസമയം തന്നെ പോലീസ് ഇൻസ്പെക്ടറായ സച്ചിനും അവിടേക്ക് വരുന്നു. ഉജ്ജ്വല, ഇത് ശംഭു അല്ല, ശംഭു വീട്ടിൽ തന്നെ ഉണ്ടടാ എന്ന് പറയുന്നു. സച്ചിൻ വന്നതോടുകൂടി കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഉജ്ജ്വലനെ അവർ വീട്ടിലേക്കും കൊണ്ടുവന്നു. ഉജ്ജ്വലനാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ്. ഉജ്ജ്വലന് ചെറിയൊരു പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാൽ ശംഭു അല്ല ഇതിന് പിന്നിലെന്നും അവർക്ക് മനസ്സിലായി. പിന്നെ ആരായിരിക്കും എന്ന ചിന്തയും ഉജ്ജ്വലനുണ്ടാകുന്നു. കുഞ്ഞുനാൾ മുതൽ ഉജ്ജ്വലന് ചെറിയൊരു പേടിയുണ്ട്. അതിനുള്ള കാരണമാണ് പിന്നീട് കാണിക്കുന്നതും. കുട്ടിക്കാലത്ത് ഉജ്ജ്വലന്റെ അച്ഛൻ നാരായണനാണെങ്കിൽ ഉജ്ജ്വലനും അവന്റെ കസിനായിട്ടുള്ള ബാബുവിനും ഒരു കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതും ഒരു പേടിപ്പിക്കുന്ന കഥ. നമ്മുടെ ഈ നാട്ടില് മലയ്ക്കപ്പുറത്തായിട്ട് കോക്കാച്ചൻ എന്നൊരാളുണ്ട്. ഈ കോക്കാച്ചനാണെങ്കിൽ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൂപ്പ് വെച്ച് കുടിക്കാറാ പതിവ്. എങ്ങനെയുള്ള കുട്ടികളെയാണ് കൊണ്ടുപോകുന്നെന്നോ? പറഞ്ഞാൽ കേൾക്കാത്ത, അച്ഛനെയും അമ്മയെയും അനുസരിക്കാത്ത, കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന, ആഹാരം കഴിക്കാത്ത അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം പിടിച്ചുകൊണ്ടു പോകും എന്നുള്ള കഥയാണ് നാരായണൻ പറഞ്ഞു കൊടുത്തതും. തന്റെ രണ്ട് പിള്ളേരും അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണൻ അങ്ങനെ പറഞ്ഞതും. എന്നാൽ ഉജ്ജ്വലന്റെ മനസ്സിലാണെങ്കിൽ ഈ ഒരു കഥ കിടക്കുകയാണ്. കോക്കാച്ചൻ എന്നൊരാള്, അങ്ങനെ ഒരാളുണ്ടോ? അയാളെങ്കിൽ കണ്ടുപിടിക്കണം. നമുക്ക് മലയ്ക്കപ്പുറം പോയി നോക്കിയാലോ എന്ന് ബാബുവിനോട് പറയുന്നു. അങ്ങനെ ഒരിക്കൽ രാത്രി ആരും അറിയാതെ കോക്കാച്ചനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നാരായണൻ പറഞ്ഞ ഈ ഗ്രാമത്തിനപ്പുറത്ത് ബാബുവും ഉജ്ജ്വലനും നടന്നു പോകുന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിലാണെങ്കിൽ ബാബു കാല് തന്നെ പുഴയിലോ മറ്റോ വീഴും. ഉജ്ജ്വലനാണെങ്കിൽ അറിയാതെ മുന്നോട്ട് പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ബാബുവിനെ കാണുന്നില്ല. ബാബു കാണാതായതിനു പിന്നിൽ കോക്കാച്ചനാണെന്ന് ഉജ്ജ്വലൻ അങ്ങ് കരുതി. മാത്രമല്ല ബാബുവിനെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ മാകിയ ശബ്ദങ്ങളും ഇരുട്ടുമൊക്കെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. പേടിച്ച് ഉജ്ജ്വലനാണെങ്കിൽ ബോധം കെട്ട് വീഴും. ഉജ്ജ്വലനെയും ബാബുവിനെയും കാണാതായതോടുകൂടി നാരായണനാണെങ്കിൽ അവരെവിടേക്കായിരിക്കും പോയിരിക്കുക എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ താൻ കഥകളിൽ പറഞ്ഞു കൊടുത്ത അതേ സ്ഥലത്തേക്കെത്തും. അവിടെ ബോധം കെട്ട് കിടക്കുകയാണ് ഉജ്ജ്വലൻ. ഉജ്ജ്വലനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവരും. ബാബുവിനെ കാണാതായത് മുതൽ കോക്കാച്ചൻ പിടിച്ചുകൊണ്ടുപോയി സൂപ്പ് വെച്ച് കുടിച്ചതാണെന്നാണ് ഉജ്ജ്വലൻ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഒരാളുണ്ടെന്ന് ഉജ്ജ്വലന്റെ മനസ്സിൽ ഉറപ്പായി. അതാണ് കുട്ടിക്കാലത്ത് ഉജ്ജ്വലന്റെ മനസ്സിൽ പിടികൂടിയ ആ ഒരു പേടി സ്വപ്നവും. അന്ന് തുടങ്ങിയ ഉജ്ജ്വലന്റെ പേടി ഇന്നും മാറിയിട്ടേയില്ല. അങ്ങനെ ഉജ്ജ്വലനാണെങ്കിൽ ഇതിനു പിന്നിൽ ശംഭു അല്ല എന്ന് മനസ്സിലായല്ലോ. പിന്നീട് ആരായിരിക്കാം? കൊലപാതകങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരാണെങ്കിൽ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കി. എന്നാൽ ഉജ്ജ്വലൻ പറയുന്നത്, കൊലയാളിയെ പിടികൂടണമെങ്കിൽ രാത്രി സമയത്ത് പോലീസുകാരിങ്ങനെ കറങ്ങി നടന്നാൽ ശരിയാകത്തില്ല.
ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം രാത്രി ഒരു കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് നിൽക്കട്ടെ, നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങട്ടെ, ബാക്കിയുള്ളവരെല്ലാവരും സ്റ്റേഷനിൽ ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒളിഞ്ഞു നിന്ന് ആ ഒരു കൊലയാളിയെ പിടികൂടാമെന്നും ഉജ്ജ്വലൻ പറയുന്നു. അതനുസരിച്ച് ഒരു കോൺസ്റ്റബിൾ മാത്രം നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങും. ഇത്രയും നാള് ഗ്രാമത്തിലുള്ള ആണുങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരുന്ന ആ ഒരു കില്ലറാണെങ്കിൽ ദേ ഇന്ന് പാവപ്പെട്ട ഒറ്റയ്ക്ക് നിന്ന ആ ഒരു കോൺസ്റ്റബിളിനെ കൊന്നുകളയുന്നു. അടുത്ത ദിവസം രാവിലെ കോൺസ്റ്റബിളിന്റെ മരണവാർത്തയാണ് എല്ലാവരും അറിഞ്ഞത്. ആ ഒരു കാര്യം സച്ചിന് താങ്ങാനായില്ല. തന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കോൺസ്റ്റബിൾ മരണപ്പെട്ടതറിഞ്ഞ് സച്ചിനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു. ഉജ്ജ്വലനെ കാരണമാണ് തന്റെ കൂടെയുള്ള ആൾ മരണപ്പെട്ടത് എന്ന ദേഷ്യത്തിൽ സച്ചിൻ നേരെ ഉജ്ജ്വലനടുത്തെത്തി ഒരുപാട് ദേഷ്യപ്പെടും. ഉജ്ജ്വലനുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. മറ്റൊരു വശത്ത് ശംഭുവിനാണെങ്കിൽ മുകളിൽ നിന്നും പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഓരോരുത്തരായി മരണപ്പെടുകയല്ലേ, അതും ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേസ് തെളിയിക്കണം. കേസ് തെളിയിക്കാനായിട്ട് പോയിട്ടുള്ള നീ അവിടെ എന്ത് ചെയ്യുക? ഇനിയും ഇത് തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരാളെ ഞാൻ അവിടേക്ക് പറഞ്ഞു വിടും കേസ് അന്വേഷിക്കാനായിട്ട്. നിനക്കിനി ഇങ്ങ് വരാമെന്നുള്ള രീതിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. ഉജ്ജ്വലനാണെങ്കിൽ തന്റെ ഈ ഒരു ഐഡിയ കാരണം ഒരാൾ മരണപ്പെട്ട ടെൻഷനും. ഉജ്ജ്വല നേരെ ശംഭുവിനെ കാണാൻ വന്നിട്ട് തനിക്ക് അങ്ങനെ തോന്നിയതിൽ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ശംഭു പറയുന്നത്, നീയും അന്വേഷിക്കുന്നത് കൊലപാതകയെ, ഞാനും അന്വേഷിക്കുന്നത് കൊലപാതകയെ. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിശയിലാ. നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിന്ന് കൊലയാളിയെ അന്വേഷിച്ചാലോ എന്ന് ശംഭു ചോദിക്കും. ശംഭു ചോദിച്ച ആ ചോദ്യം കേട്ടിട്ട് ഉജ്ജ്വലനും അതിന് സമ്മതിക്കുന്നു. പിന്നീടുള്ള സമയങ്ങളിലെല്ലാം അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചത്. എന്നാൽ അടുത്ത ദിവസം തന്നെ അടുത്തൊരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഡെഡ് ബോഡി പരിശോധിച്ചിട്ട് പറയുന്നത്, മുറിവിന്റെ ആഴം കണ്ടിട്ട് കില്ലറിന് ഇപ്പോൾ കൊല ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എല്ലാം കുറഞ്ഞതായിട്ടാ തോന്നുന്നത് എന്ന് പറഞ്ഞ് കില്ലറിനെ കളിയാക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് കാടിനുള്ളിലൂടെ വളരെ ദേഷ്യത്തിൽ ഓടിപ്പോകുന്ന കില്ലറിനെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്നാൽ, സത്യത്തിൽ ഇപ്പോൾ ഒരു ഡെഡ് ബോഡി കിട്ടിയില്ലേ, ആ ഡെഡ് ബോഡിയൊക്കെ ഉജ്ജ്വലനും ടീമും പ്ലാൻ ചെയ്ത് ഫേക്ക് ആയിട്ട് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടതാണ്. അതിലൂടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് കില്ലറിനെ കളിയാക്കുന്ന രീതിയിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുക. അത് ഉറപ്പായിട്ടും കില്ലറിന്റെ അഭിമാനത്തെ തന്നെ ബാധിക്കും. ഈ സൈക്കോ കില്ലർമാരുടെ സ്ഥിരം പരിപാടി എന്തെന്നാൽ, തന്നെ എല്ലാവരും പേടിക്കണം, എല്ലാവരും ഭയപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ തന്റെ അഭിമാനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുറപ്പായിട്ടും അവർക്ക് ദേഷ്യം വരുന്നതിന് കാരണമാകുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വീണ്ടും എന്തെങ്കിലും കൊല നടത്തുന്നതിന് വേണ്ടിയിട്ട് കില്ലർ പുറത്തു വരും. അപ്പോൾ അവനെ പിടികൂടാം എന്നതായിരുന്നു ഉജ്ജ്വലന്റെയും ശംഭുവിന്റെയും ഒക്കെ പ്ലാൻ. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അത് വർക്കൗട്ട് ആവുകയാണ്. കില്ലറിന് തന്റെ ദേഷ്യമെല്ലാം ഇളകുകയാണ്. ആ ഒരു ദേഷ്യത്തോടു കൂടി ഓടിപ്പോവുകയാണ് കില്ലർ. അന്നേ ദിവസം രാത്രി തന്നെ അടുത്ത ആളിനെ കൊല്ലുവാനായിട്ടും പ്ലാൻ ചെയ്തു. അടുത്ത ആളിന് പിന്നാലെ പോവുകയാണ് മുഖംമൂടി ധരിച്ച കില്ലർ. സത്യത്തിൽ ആ ഒരാള് ഉജ്ജ്വലനും ടീമും ഏർപ്പാടാക്കിയ ആള് തന്നെയാണ്. തന്റെ പിന്നാലെ മുഖംമൂടി ധരിച്ച ആള് വരുന്നുവെന്ന് മനസ്സിലാക്കിയ അയാളാണെങ്കിൽ മുഖംമൂടി ധരിച്ച ആ ഒരു കില്ലറിന് നേരെ നിന്നിട്ട് കില്ലറിനെ തന്നെ രൂക്ഷമായി നോക്കുന്നു. ഇത്രയും നാള് കില്ലറിനെ കണ്ട് ഓരോരുത്തർ പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരാൾ രൂക്ഷമായി നോക്കുകയാണ്. കാരണം ഉജ്ജ്വലനും ടീമും അവിടെ വളഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അയാൾക്കറിയാമല്ലോ. ഉടനെ തന്നെ അയാളെ കൊല്ലുവാനായി വരുന്നതിന് മുൻപ് തന്നെ ഉജ്ജ്വലനും ടീമും കില്ലറിനെ പിടികൂടുന്നു. ഇത്രയും നാള് നാടിനെയും നാട്ടുകാരെയും പേടിപ്പിച്ചിരുന്ന ഒരുപാട് പുരുഷന്മാരുടെ ജീവനൊക്കെ അപഹരിച്ച ആ ഒരു സൈക്കോ കില്ലർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിലേക്കും അവനെ കൊണ്ടുവരും. സൈക്കോ കില്ലറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ലേ, ആ ഒരു മുഖംമൂടിക്ക് പിന്നില് ആരാണെന്ന് അറിയുവാനായിട്ട് എല്ലാവർക്കും കൗതുകം. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. മുഖംമൂടി മാറ്റിയതും എല്ലാവരും ഞെട്ടിപ്പോയി. ആ സൈക്കോ കില്ലർ മറ്റാരുമല്ല, അവരുടെ നാട്ടിലെ ഒരു ലോക്കൽ TV ചാനലിലെ ആ ചാനലിലെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജോമോനാണ് എന്തുകൊണ്ടാണ് പോലീസുകാർ സൈക്കോ കില്ലറിനെ പിടികൂടാത്തത് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർക്കെതിരായിട്ട് നെഗറ്റീവായിട്ടാണ് അന്ന് ന്യൂസ് ഒക്കെ കൊടുത്തുകൊണ്ടേയിരുന്നതും. അതേ ജോമോൻ തന്നെയാണ് സൈക്കോ കില്ലർ. ജോമോൻ എങ്ങനെയാണ് ഈ സൈക്കോ കില്ലർ ആയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ജോമോൻ കുഞ്ഞായിരുന്ന സമയത്ത് ജോമോനെ പ്രസവിച്ച ഉടനെ തന്നെ അവന്റെ അമ്മ മരണപ്പെട്ടു. അച്ഛനായ പീറ്റർ ആണെങ്കിൽ അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനാണെങ്കിൽ പൂർണ്ണ മദ്യപാനിയായി മാറി. അമ്മയെ കൊന്നിട്ട് ജനിച്ചവൻ എന്നും പറഞ്ഞാണ് അച്ഛന് ജോമോനെ ഇഷ്ടമല്ലാത്തതും. അതുകൊണ്ട് തന്നെ എപ്പോഴും ജോമോനെ ഉപദ്രവിക്കുമായിരുന്നു. കുട്ടിക്കാലം മുതൽ അച്ഛന്റെ ഉപദ്രവം സഹിക്കാനാകാതെയാണ് ജോമോൻ വളർന്നതും. ജോമോനെ ഒരു റൂമിൽ തന്നെ അച്ഛൻ എപ്പോഴും പൂട്ടിയിടും. എന്നാൽ ഒരിക്കൽ ഒരു അധ്യാപകനാണെങ്കിൽ ജോമോനെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് അധ്യാപകന്റെ കീഴിലാണ് ജോമോൻ വളർന്നതും. ജോമോനെ നന്നായിട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു.
ഒരിക്കൽ നാട്ടിലേക്ക് പോകുവാനായി ഇറങ്ങിയ അധ്യാപകനാണെങ്കിൽ ജോമോന്റെ കയ്യിൽ കുറെ ബുക്സ് ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നീ ഇതെല്ലാം വായിച്ച് കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയതും. അധ്യാപകൻ കൊടുത്ത ഒരു ബുക്ക് സൈക്കോ കില്ലറായിട്ടുള്ള ബൂഗിമാനെ പറ്റിയുള്ളതായിരുന്നു. ആ ബുക്ക് വായിച്ചതും ജോമോനാണെങ്കിൽ വല്ലാതെ ഇൻസ്പയർ ആകുവാനായും തുടങ്ങി. ബൂഗിമാൻ ചെയ്ത ഓരോ കൊലപാതകങ്ങളും അവന്റെ മനസ്സിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അധ്യാപകൻ തിരിച്ചു വരുന്ന സമയത്ത് ബുക്ക് തിരിച്ചു കൊടുത്ത ജോമോനാണെങ്കിൽ പറയുന്നുണ്ട്, ഇതിൽ ബൂഗിമാന്റെ കൊലപാതക സ്റ്റൈലെല്ലാം എനിക്കിഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു നോവലാണ്. സാറ് വാ, ഞാൻ കാണിച്ചു തരാം. ബൂഗിമാന്റെ സ്റ്റൈലിൽ ഞാനൊരു കൊലപാതകം നടത്തി, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നേരെ സാറിനെയും കൂട്ടി പോകുന്നത് അവന്റെ അച്ഛൻ നടത്തുന്ന ഇറച്ചിക്കടയിലേക്കായിരുന്നു. അവിടെ ഒരു വലിയ പന്നിയെ ബൂഗിമാന്റെ സ്റ്റൈലിൽ കൊലപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അത് കാണുന്ന ജോമോന്റെ അച്ഛനാണെങ്കിൽ അവനെ ഒരുപാട് തല്ലുകയും വീണ്ടും പിടിച്ചുകൊണ്ടുപോയി റൂമിൽ പൂട്ടിയിടുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ആ റൂമിൽ തന്നെയായിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ആ അധ്യാപകനാണ് അവനെ രക്ഷിച്ച് നേരെ കൊണ്ടുപോകുന്നത് അവന്റെ അച്ഛന്റെ മുറിയിലേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ജോമോൻ കാണുന്ന കാഴ്ച തലയിൽ എന്തോ വലിയ ആയുധം കൊണ്ട് അടിച്ചു പൊട്ടിച്ച രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന അച്ഛനെയാണ്. അത് ചെയ്തത് മറ്റാരുമല്ല, ഈ അധ്യാപകൻ തന്നെയാണ്. ഈ അധ്യാപകനാണെങ്കിൽ ഒരു സൈക്കോയാ. അധ്യാപകന്റെ കാലശേഷവും താൻ ചെയ്തതുപോലെ കൊലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യാപകൻ ജോമോനെ തിരഞ്ഞെടുത്തതും. ജോമോനാണ് പിന്നീടുള്ള കൊലപാതകങ്ങളെല്ലാം നടത്താനായിട്ട് അധ്യാപകൻ മനസ്സിൽ കണക്കുകൂട്ടിയ ആളും. ജോമോന്റെ അച്ഛൻ മരണപ്പെട്ട് കിടക്കുകയാണല്ലോ. അവിടെ കിടന്ന ചുറ്റികയെടുത്ത് ജോമോനാണെങ്കിൽ അച്ഛന്റെ തലയിൽ തന്റെ പക തീരും വരെ തല്ലുന്നു. കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, താൻ അനുഭവിച്ച മാനസിക വിഷമം എല്ലാം അച്ഛന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് അവൻ തീർക്കുകയാണ്. തല അടിച്ച് നശിപ്പിച്ചു കളയുന്നു. അതോടുകൂടി അവന്റെ പകയും അവിടെ അടങ്ങുകയാണ്. അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ജോമോനാണെങ്കിൽ നന്നായിട്ട് പഠിക്കുകയും ഒരു ജേർണലിസ്റ്റായി മാറുകയും ചെയ്തു. നല്ല രീതിക്ക് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയം അവനാണെങ്കിൽ ഈ ഗ്രാമത്തിലെ ലോക്കൽ ടിവിയിൽ ജേർണലിസ്റ്റായി ചാർജ് എടുത്ത സമയവും അവിടെ വെച്ച് അവനെടുക്കുന്ന ഒരു ഇന്റർവ്യൂവും അവിടുത്തെ മാനേജറിനാണെങ്കിൽ ഇഷ്ടമാകുന്നതേയില്ല. അത്രയും നാള് അവന്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ദേഷ്യമെല്ലാം താൻ പണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് അനുഭവിച്ചോ അതുപോലെ തന്നെ ടോർച്ചറാണ് ഇപ്പോൾ മാനേജറിൽ നിന്ന് അനുഭവിക്കുന്നതും. മാനേജറിന്റെ ടോർച്ചർ താങ്ങാനാകാതെ തന്റെ മനസ്സിൽ അടക്കി ഒതുക്കി വെച്ചിരുന്ന സൈക്കോ കില്ലർ പുറത്തു വന്നു. അങ്ങനെ അവൻ ആദ്യത്തെ കൊല നടത്തി. പിന്നീട് അത് തുടർന്നുകൊണ്ടേയിരുന്നു. ആ കൊല ചെയ്യുന്നതിൽ അവന് ആനന്ദം കിട്ടി. കൊലപാതകങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള ശംഭു വന്നതും അവന് ബൂഗിമാൻ പട്ടം എല്ലാവരും ചേർന്ന് കൊടുത്തതും. അതോടുകൂടി അവൻ അതും കൂടി ആയപ്പോൾ വല്ലാത്തൊരു അഭിമാനവും വീണ്ടും കൊല ചെയ്യാനായിട്ടുള്ള താല്പര്യം അവന് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് എന്നുള്ള കാര്യം ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുകയാണല്ലോ. എന്നാൽ ഉജ്ജ്വലനാണെങ്കിൽ ശംഭുവിനെ മാറ്റി നിർത്തിയിട്ട് പറയും, അല്ല, എനിക്ക് തോന്നുന്നത് ഇവൻ ഒറ്റയ്ക്കല്ല ഇതെല്ലാം ചെയ്തതെന്നാ. ഇവന്റെ കൂടെ മറ്റാരോ ഉണ്ട്, ഒരു സൈക്കോ കില്ലർ കൂടിയുണ്ട്. ആ സൈക്കോ കില്ലർ പുറത്തു വിലസുന്ന സമയത്തോളം നമ്മൾ പേടിക്കണം. ഇനിയും കൊലപാതകങ്ങൾ നടക്കുമെന്ന് ഉജ്ജ്വലൻ പറയുന്നു. ഉജ്ജ്വലൻ പറഞ്ഞത് സത്യമായിരുന്നു. ജോമോന്റെ കൂടെ മറ്റൊരു സൈക്കോ കില്ലർ കൂടിയുണ്ട്. അവൻ പുറത്ത് വിലസുകയാ. അടുത്തൊരു കൊലപാതകം കൂടി അന്നേ ദിവസം രാത്രി നടന്നു. ഡെഡ് ബോഡി ഉപേക്ഷിച്ചതിന് അടുത്തായിട്ടുള്ള ഭിത്തിയിൽ കില്ലർ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി 10 മണിക്കകം ജോമോനെ മോചിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊലപാതകവും നടക്കുമെന്ന്. അത് വായിച്ച ഉജ്ജ്വലനാണെങ്കിൽ അടുത്തൊരു ഐഡിയ ഇടും. എന്തെന്നാൽ രാത്രി 10 മണിയായിട്ടും ജോമോനെ മോചിപ്പിക്കണ്ട. എന്നിട്ട് ഏകദേശം ആ ഒരു ഗ്രാമത്തിൽ ഒരു 10-50 വീടുകളല്ലേ ഉള്ളൂ. ആ വീടുകളിൽ എല്ലാവരെയും അലർട്ടാക്കണം. എന്നിട്ട് ഒരു വീട്ടിൽ മാത്രം ഒട്ടും സേഫ്റ്റി ഇല്ലാതെ ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയും 2 കുഞ്ഞുങ്ങളെയും ഇരുത്തുക. ആ ഒരു വീട്ടിൽ ഒട്ടും സേഫ്റ്റി കാണരുത്. കില്ലറിന് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ ഒരു വീട് സെറ്റാക്കുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. ജോമോനെ മോചിപ്പിക്കാത്തതിന്റെ ദേഷ്യത്തിൽ കില്ലർ നേരെ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടുത്തെ വീടുകളാകെ പരിശോധിച്ചിട്ട് നേരെ അവർ പ്ലാൻ ചെയ്തതുപോലെ കയറി ചെല്ലുന്നത് ആ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് തന്നെയാണ്. ഉജ്ജ്വലൻ എന്താണോ പ്ലാൻ ചെയ്തത് അത് സക്സസ് ആയി. മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും അടുത്തെത്തിയിട്ട് മുത്തശ്ശന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിക്കാൻ പോകുന്ന സമയമായിരുന്നു ഉജ്ജ്വലന്റെയും ശംഭുവിന്റെയും ടീം കില്ലറിനെ പിടികൂടിയതും. കില്ലറിന്റെ മുഖത്തെ മാസ്ക് അഴിച്ചു നോക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. ആ കില്ലറിന്റെ മുഖവും ഏകദേശം ജോമോനെ കണക്ക് തന്നെയാണ്. ജോമോന്റെ ഇരട്ട സഹോദരൻ. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ജോമോനെ അച്ഛൻ ദ്രോഹിക്കുന്നതിനൊപ്പം തന്നെയായിരുന്നു ജോമോന്റെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നത്. രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നു അച്ഛൻ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നത്. അത് കാരണം അച്ഛനോടുള്ള ദേഷ്യം കൂടി വന്നാണ് ഇവർ രണ്ടുപേരും സൈക്കോയായി മാറിയതും ഇങ്ങനെ ആളുകളെ കൊല്ലുന്നതിൽ രണ്ടുപേരും ആനന്ദം കണ്ടെത്തിയതും. അങ്ങനെ 2 സൈക്കോ കില്ലർമാരെയും പിടികൂടിയിരിക്കുകയാണല്ലോ. രണ്ടുപേരെയും ജയിലിലും അടച്ചു.
അങ്ങനെ എല്ലാവർക്കും സമാധാനമാവുകയാണ്. കേസ് തെളിയിച്ച സന്തോഷത്തിൽ സ്റ്റേഷനിൽ നിന്നും പോകുവാനായി ഇറങ്ങുന്ന ഉജ്ജ്വലിനെ ശംഭു വിളിക്കും. ഏയ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല, നിങ്ങളുടെ സേവനം ഈ നാടിന് ആവശ്യമാ. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നും സന്തോഷത്തോടു കൂടി ശംഭു ഉജ്ജ്വലിനോട് പറയുന്നു. അത് കേട്ട് നല്ല അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഉജ്ജ്വലൻ അവിടെ നിന്ന് പോകുന്നതും. ഉജ്ജ്വലനും ശംഭുവും ഇപ്പോൾ നല്ല കൂട്ടായിരിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.